ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സാറ്റർഡേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് വർക്കിംഗ് ഡേ അല്ല, ഓഫ് ഡേ ആണ്. പക്ഷേ എന്നാലും നല്ല ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുവിധം പണിയൊക്കെ ഒരുങ്ങി കഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്നുള്ളത്. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റു കേട്ടോ. എന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. കൂടെ തന്നെ ഉച്ചയ്ക്കുള്ള ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് മാത്രമാണ് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കി, പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പാല് കാച്ചി വെച്ചു. കുട്ടികൾക്കുള്ള പാലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉമ്മാക്കുള്ള പാലും മാറ്റി വെച്ചു. പിന്നെ എനിക്കാണെങ്കിൽ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചായയും കൂടി ഉണ്ടാക്കി വെച്ചു. പിന്നെ ഇത് ഫ്രോസൺ സ്ട്രോബെറിയും ബ്ലൂബെറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് നേരം മുന്നേ ഇത് പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഉമ്മാക്കുള്ളത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലൂബെറിക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് കേട്ടോ. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനും ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു സാധനമാണ് ബ്ലൂബെറി. അത് ഡെയിലി കുറച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തിരിച്ചു വന്നാലും അത്ര പണിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ എണിച്ച് കഴിഞ്ഞാൽ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 7:25 ആയിട്ടുണ്ട്. 8 മണിക്ക് എൻ്റെ ക്ലാസ് തുടങ്ങും കേട്ടോ. പിന്നെ ഇത് കുറച്ച് അയക്കിയ പ്രൊഡക്ട്സാണ്, ഇന്ന് അയക്കാനുള്ള പ്രൊഡക്ട്സാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം വേണം ഇത് അയക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത്ര നേരം പോകുന്നു എന്ന് പറയുന്നതല്ലാതെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഒരു 3-4 വീക്സ് ആയിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്കിൽസാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ധൃതി പിടിച്ചാണ് കേട്ടോ പോയത്. അപ്പോൾ സാറ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തിറങ്ങി. ഇവിടെ നമുക്ക് വീക്ക് ഡേയ്സിലും വീക്കെൻഡ്സിലും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് രാവിലെ 8 മണിക്ക് ലോഗിൻ ചെയ്യണതുകൊണ്ട് എനിക്ക് വീക്ക് ഡേയ്സ് എന്തായാലും നടക്കില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വീക്കെൻഡ്സാണ് സെലക്ട് ചെയ്തത്. ഇവിടെ നിന്ന് ഇറങ്ങിയതും എനിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് അടയാർ ആനന്ദഭവനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ ക്ലാസ്സിന് വരുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ട്. നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടുത്തെ. നല്ല റീസണബിൾ പ്രൈസിൽ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. പിന്നെ കഴിക്കുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്കൊന്ന് സ്റ്റുഡിയോയിൽ പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീടെത്തുമ്പോൾ ചിലപ്പോൾ നല്ലോണം ലേറ്റ് ആവും. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് വിശന്ന് കഴിഞ്ഞ് എനിക്ക് അപ്പോൾ ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഞാനൊരു മിനി ടിഫിനാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇതിൽ നമുക്ക് വരുന്നത് ഒരു ഇഡ്ഡലി, ഒരു മസാല ദോശ, പിന്നെ വട, കേസരി, പൊങ്കൽ, സാമ്പാർ, പിന്നെ 3 ചട്നി. അപ്പോൾ ഈ ഒരു മിനി ടിഫിന് 140 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് മെയിൻ റോഡിലോട്ട് നടന്നു പോകണം കേട്ടോ. ഇവിടെ നിന്നൊരു 200 മീറ്ററേ ഉള്ളൂ മെയിൻ റോഡിലോട്ട്. അപ്പോൾ തിരിച്ച് നടക്കുന്ന വഴിയിൽ ഇളനീര് കണ്ടപ്പോൾ ഞാനൊരു ഇളനീര് കുടിച്ചു. ഇനി നേരെ സ്റ്റുഡിയോയിലോട്ട് ഞാൻ ഊബർ ബുക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഇന്ന് മോൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ട് കേട്ടോ. 12:50 അവൻ്റെ ടൈം സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ല കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിലെത്തി അവനെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് സ്കൂളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്. 11 മണിക്കാണ് സ്റ്റുഡിയോ തുറക്കുന്നത് കേട്ടോ. ഞാൻ എത്തുന്ന ടൈമിൽ 10:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ ടൈം. ഇനി 3/4 മണിക്കൂർ അവിടെ എനിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വേറെ ഊബർ ബുക്ക് ചെയ്ത് വീട്ടിലോട്ട് വന്നു കേട്ടോ നേരെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് ഐക്യ പ്രൊഡക്ട്സൊക്കെ സെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ TTDCയിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് അവരും ഒന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ ഇനിയും പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം അവർ പാക്ക് ചെയ്ത് കൊറിയർ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബില്ല് എനിക്ക് അയച്ചു തരും. പിന്നെ ഞാൻ തലേ ദിവസം കിടക്കാനായിട്ട് ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 1 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാമെന്നുള്ളത് കേട്ടോ. പിന്നെ എണീക്കുന്ന സമയത്ത് നല്ലോണം ലേറ്റായി. പിന്നെ നമ്മൾ പെട്ടെന്ന് മോനെയൊക്കെ റെഡിയാക്കി മീറ്റിങ്ങിന് പോവാണ്. പിന്നെ സ്കൂൾ നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ. 1 കിലോമീറ്റർ പോലും ഇല്ല. നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരു 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് മോൻ്റെ ക്ലാസ്. എനിക്ക് അവിടെ നിന്ന് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് DMart പോകണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ട്.
അപ്പോൾ വീട്ടിൽ പോയിട്ട് മോൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഡിമാർട്ടിൽ പോകാനാണ് ഇപ്പോൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് പുതിയ സ്കൂളാണ് കേട്ടോ, നമ്മുടെ ഇവിടെ വന്ന പുതിയ സ്കൂളാണ് ഈ വർഷം. അപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്കാക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിയാണെന്ന് പറഞ്ഞപ്പോൾ ഇക്കാക്ക് ഇഡ്ഡലി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ വില്ലേജിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ മോൻ ചിക്കൻ പോപ്കോൺ കഴിച്ചു, ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ മസാലയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ നേരെ ഡിമാർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മുടെ മോള് കണ്ടപ്പോൾ പിന്നെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ലുലു ഡെയിലി വരുന്നുണ്ട്, പക്ഷേ കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഒരുപാട് ഷോപ്സൊന്നും ഇല്ല, പക്ഷേ എന്നാലും വീക്കെൻഡ്സിൽ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇലക്ട്രോണിക് സിറ്റിയിലെ ആദ്യത്തെ ഷോപ്പിംഗ് മോളാണ് M5 മോള്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിൽ മിക്കവരും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. ഓപ്പൺ ആയിട്ടുള്ള എല്ലാ കടകളിലും അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിൻ്റെ റൂഫ് മൊത്തം ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. നമ്മളിതുവരെ 4-5 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും രാത്രിയാണ് വരാറ്, അതുകൊണ്ട് ഇത് നമ്മൾ കാണാറില്ല. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ഡേ ടൈമിൽ നല്ല നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്റ്റോൾസുകളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു ട്രെയിൻ കണ്ടു, അപ്പോൾ ഞാനും മോനും കൂടി ആ ട്രെയിനിൽ കയറി. മോളെ നമ്മൾ എടുക്കാതിരുന്നത് ഡിമാർട്ടിൽ എന്തായാലും വീക്കെൻഡ്സിൽ നല്ല തിരക്കായിരിക്കും, അപ്പോൾ ആ തിരക്കിൽ കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവളെ എടുക്കാതിരുന്നത്. മാളിലേക്ക് പോകണമെന്ന് നമ്മൾ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിലൊക്കെ ഇരുന്ന സമയത്ത് നമുക്ക് നല്ലോണം മിസ് ചെയ്തു കേട്ടോ അവളെ. ഫുഡ് കോർട്ട് കണ്ട കഴിക്കാൻ തോന്നാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നേരെ ബർഗർ കിങ്ങിൽ പോയി ഒരു ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു കോള ഫ്ലോട്ടും പിന്നെ ഒരു ഐസ്ക്രീമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് പുറത്തിറങ്ങി, ഇനി നമുക്ക് നേരെ ഡിമാർട്ടിൽ പോകാനുണ്ട്. എന്തായാലും മോളെ എടുക്കാത്തത് നന്നായി, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഞാൻ ഓർഗനൈസേഴ്സ് കണ്ടു കേട്ടോ, അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെസ്ക് അല്ലെങ്കിൽ മേക്കപ്പ് ഓർഗനൈസറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസൊക്കെ 120, 149 ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ മോൻ്റെ ബോട്ടിൽ ലീക്ക് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നമ്മളൊരു ബോട്ടിലെടുത്തു. ഇവിടെ ഒരുപാട് വെറൈറ്റീസിലുള്ള ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൂടെ എടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂർ ഉറങ്ങി കേട്ടോ. ഞാൻ നല്ല ടയർഡായിരുന്നു. പിന്നെ ആ 1 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തതും പിന്നെ ഇക്കാക്ക് ദോശയാണ് ഉണ്ടാക്കി നമ്മൾ രാത്രി, അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി കൊടുത്തതും. പിന്നെ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ഇനി സൺഡേയും നമുക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ടാറ്റാ.